മാഡം, മാഡം അനുവദിച്ച 2 ദിവസത്തിനുള്ളിൽ ഇവൻ എന്ത് ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. കൂട്ടുപ്രതികൾ ആരൊക്കെ ഉണ്ടെന്നും ഞാൻ പറയിപ്പിക്കാം. മാഡത്തിന്റെ മകളെ സ്കെച്ച് ചെയ്തുകൊണ്ട് എന്തോ വലിയ ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആണോ? എന്തിനു വേണ്ടിയാ ലാൻഡ് ഫോണിലേക്ക് എന്റെ മകൾ സത്യ വിളിച്ചത്? എന്തിനാണെന്ന്? മാഡം, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാഡത്തിന്റെ പെർമിഷൻ കിട്ടിയിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്നാ വിചാരിച്ചിരിക്കുന്നത്. മാഡം, എന്താ വേണ്ടത്? തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നടപടിയെടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. അപ്പോ ഇവൻ? ആ, അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. എന്നാ പിന്നെ മാഡം ഞാനും അങ്ങോട്ട്. ശരിയാണ്, പൊയ്ക്കോ. ശരി മാഡം. വിഷ്ണുട്ടാ, എന്താ ഇതൊക്കെ? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് സത്യം വിളിക്കേണ്ട എന്ത് കാര്യമായിരുന്നു? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മേഡം തരാത്തോണ്ട് അത് കിട്ടാനുള്ള പലതരത്തിലുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതിന് പല വഴികളും നോക്കുന്നുമുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് ഇങ്ങനെ പൊളിഞ്ഞു പോവും. അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുള്ളൊരു വഴി എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. പിന്നെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്മാറൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുന്നവരെ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. പോകാൻ വരട്ടെ. അകത്തേറിയിരുന്ന ഒരു കാപ്പി കുടിക്കാം. സൈബർ പോലീസുകാരെ ഏതോ കൊടും ക്രിമിനൽ ആണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കായിരുന്നില്ലേ ഇത്ര നേരം? ദാഹം കാണും. അയ്യടാ, അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കറിയായിരുന്നു തെളിവെടുപ്പിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. തന്റെ അസിസ്റ്റന്റ് കൊച്ചുണ്ടല്ലോ, അവളെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. ഞാൻ അമ്മയെ സത്യം വിളിക്കാം. എന്നാ പിന്നെ നാട്ടുകാരെ മൊത്തം വിളിക്കും. അല്ല പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇത്ര ആഘോഷാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനിപ്പോ ഇവിടെ ആരെടുത്തും കൊട്ടി ഒഴിക്കാൻ നിൽക്കണ്ട. പിന്നെ തമാശ വേറെ, കാര്യം വേറെ കേട്ടാ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിന്ന് കരുതണ്ട. ഞാൻ തന്നെ കൊണ്ട് പറയിക്കും.